ആടുണ്ട്. രാത്രി ഇവിടെ ആയിരുന്നു. അത്രയൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? നമ്മക്കതിനൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നല്ല തണുപ്പുണ്ട്. അതെ. ഇന്നലെ പറഞ്ഞത് ഓർമ്മയില്ലല്ലോ, നമ്മൾ മരത്തിൻ്റെ മുകളിലാണ്, ഏർമാടാണിത്. ഏർമാടം മാതിരി ഉണ്ടാക്കിയതാണ്. ഏകദേശം 40 അടി മുകളിലായിരിക്കും എന്തായാലും. നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി കണ്ടോക്കാം. ഇവിടെ ആയിരുന്നു ഇന്നലത്തെ സ്റ്റേ. ആ കാണുന്ന സ്ഥലമാണ് നമ്മൾ ഇന്നലെ ഫുഡൊക്കെ കഴിച്ചില്ലേ. ഫുഡ് കഴിച്ചതും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതും എല്ലാം അവിടെ നിന്നായിരുന്നു. ഇത് നല്ല അടിപൊളി ഉറക്കം തന്നെ ഉറങ്ങി. അട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഞങ്ങളിങ്ങനെ താമസിച്ച്. ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഏർമാടത്തിൽ താമസിക്കുന്നത്. അതിങ്ങനെ ഒരു യാത്രയിൽ കൂടെ ആയതിൽ വലിയ സന്തോഷം. അപ്പം ഇന്നലെ രാത്രി നമുക്ക് ഇവിടെ ആയിരുന്നു സ്റ്റേ. ഇത് മുത്തങ്ങ കാടിനടുത്ത് ഒരു ഏർമാടാണ്. ഏർമാടം എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ മുകളിൽ കെട്ടിയൊരു വീട്. അവിടെ ആയിരുന്നു ഇന്നലെ താമസം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഏർമാടത്തിൽ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലും കൂടിയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇന്നലെ ബത്തേരി എത്തി കുടുങ്ങി കിടക്കുകയാണ്. അപ്പം ബാവുക്ക് ഇന്നലെ നമുക്ക് സ്റ്റേ ശരിയാക്കി തന്നില്ലേ, നമ്മളെ മലബാർ സൈക്കിൾ റൈഡേഴ്സ് ക്ലബിൻ്റെ ലീഡർ. അപ്പം മൂപ്പരെ വിളിച്ച് 15 കിലോമീറ്റർ ഇവിടെ സ്റ്റേ ഉണ്ട്, അപ്പം ഇങ്ങോട്ട് ഓട്ടി വന്നാൽ ഇവിടെ ഒക്കെ സെറ്റാണെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇത്ര അടിപൊളിയാവുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും ഇവിടെ എത്തി നോക്കിയപ്പോൾ കുറച്ച് കാടിൻ്റെ ഏരിയയാണ്. വന്നപ്പോൾ തന്നെ കുറച്ച് മാനും കാര്യങ്ങളൊക്കെ കണ്ടത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം നല്ലൊരു ഉറക്കം ഉറങ്ങി. ഇനിയിപ്പം പാക്ക് ചെയ്യാം, പോവാ. ഇന്ന് ഏകദേശം നമ്മൾ കേരളം വിടും. മൈസൂരിൻ്റെ അടുത്തായിട്ട് സ്റ്റേ ചെയ്യാനാണ് വിചാരിക്കുന്നത്. എന്തായാലും പോയി നോക്കാം. കുടിയോ? ഓക്കെ കേട്ടോ, പോട്ടെ. ടാറ്റാ. ആയിക്കോട്ടെ. ഓക്കെ. ഇന്നലെ ഞങ്ങൾ ചവിട്ടി വന്ന വഴികളതൊക്കെ രാത്രി. ഏർമാടത്ത് നിന്ന് ഇറങ്ങിയതാ, അടുത്ത മുത്തങ്ങ കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പം കേരളം ബോർഡർ ഇവിടെ കൈയാണ്, കർണാടകയിലേക്ക് കിടക്കാൻ പോവാണ്. ഫോറസ്റ്റിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുണ്ടല്ലോ, ഇവിടെ നല്ല മഴയാണ്. കാരണം കാടിൻ്റെ ഉള്ളിൽ വരെ ഏകദേശം ഈ വെള്ളം നിൽക്കാന്ന് പറഞ്ഞാൽ. അപ്പം കേരളം ഇവിടെ കഴിയാണ്. അപ്പം ഈ കർണാടകയിലേക്കാണ് ഞങ്ങൾ പോണത്. അതാ, വെൽക്കം ടു കർണാടക. ഗുണ്ടൽപേട്ട് 36, മൈസൂർ 94 കിലോമീറ്റർ. അപ്പോൾ ഒന്ന് ഗുണ്ടൽപേട്ട് എത്തണം എന്നാണ് വിചാരിക്കുന്നത്. മൈല് അതായത് മയിലിനെ കണ്ടോ? അതാ ബന്ദിപ്പൂർ ഫോറസ്റ്റ്. ഞങ്ങൾ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹം ഈ ഒരു റൂട്ടിൽ കൂടെ പോവാന്നുള്ളത്. അതാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലാണുള്ളത്. ഇപ്പോൾ ഫോറസ്റ്റിന്റെ നടുവിലാണ്. എന്തോ വൈദ്യുതി വന്യമൃഗങ്ങളൊന്നും ഇല്ല ഇപ്പോൾ. നല്ല മഴയാണ്. അതെ. പിന്നെ പറഞ്ഞാൽ ഇന്ന് എത്രാം ദിവസം? മൂന്നാമത്തെ ദിവസം. 3 ദിവസം നല്ല മഴയാണ്. ഇതപ്പോൾ മഴത്ത് തന്നെയാണ് ഓട്ടിക്കൊണ്ടിരിക്കണത്. റെയിൻകോട്ട് വാങ്ങി, അടിപൊളി ഉണ്ട് റെയിൻകോട്ട്. അല്ല, ഉള്ളിലൊക്കെ ഒക്കെ ഉള്ളിലാ. പിന്നെ ബാക്കിതാ എല്ലാം റോഡിന്റെ നടുവിൽ തന്നെയാണ്. അപ്പം ഫോറസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം മൈസൂർ 75. ഇന്ന് ഏകദേശം ഗുണ്ടൽപേട്ടാണ് നമ്മൾ സ്റ്റേ വിചാരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ബോർഡർ കഴിഞ്ഞപ്പോൾ കർണാടക എത്തി. അപ്പോൾ എത്തിയ പാടന്നെ വ്യൂ കാര്യങ്ങളൊക്കെ മാറി. കാടാണ് കഴിഞ്ഞപ്പോൾ. അതാ, പൂന്തോട്ടാണ് നേരെ മുന്നിൽ കണ്ടത്. ക്ലൈമറ്റ് അങ്ങ് മാറി. അതെ, മഴയുണ്ട്, പക്ഷെ ഒരു വേറെ തന്നെ ഒരു ഫീലാണ്. ലാൻഡ്സ്കേപ്പ് വേറെ ചേഞ്ച് മാറി. പിന്നെ അതാ, ഇത് ഫുള്ള് പൂന്തോട്ടാണ്. ജസ്റ്റ് നമുക്ക് അവിടെ ഒന്ന് കാണാം. അപ്പം ഇതാണ് ജസ്റ്റ് കർണാടക ബോർഡറിലെത്തിയപ്പോഴുള്ള കാഴ്ചകൾ. ലക്ഷ്മി. മലയാളം മനസ്സിലാവോ? പറ്റില്ല. പറഞ്ഞാല് മനസ്സിലാവോ? അപ്പോ നന്നക്ക് മലയാളം പഠിച്ച പേരെന്നാ? എന്താ ചെയ്യണേ? പഠിക്കുന്നുണ്ടോ? എന്താ? ഞാൻ ബി എ പഠിക്കുന്നു. കഴിഞ്ഞില്ല, മൂന്നാമത്തെ വർഷം കഴിഞ്ഞവർക്ക്. ബി എ ഏതാണ്? ബി എഡ്ക്ക് അപ്ലിക്കേഷൻ ആക്കിയിട്ടുണ്ട് മൈസൂർക്ക്. അത് ഓക്കെ. വണ്ടി പിടിക്കാൻ അപ്പൊ അമ്മക്ക് ഇന്നത്തെ സ്റ്റേ ഗുണ്ടൽപേട്ട് വരെ ശരിയാക്കി തന്നിക്കണ്. പേരെന്താ? എവിടെ വീട്? മോങ്ങം, മലപ്പുറം. അപ്പൊ എല്ലാരും നമ്മളെ
നമ്മൾ കോഴിക്കോട്. ഞാൻ മുക്കാണ്, അരീക്കാട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. അപ്പോൾ അവർ പറഞ്ഞ മാതിരി ഹോട്ടൽ 2020 ഇവിടെ ഗുണ്ടൽപേട്ട് എത്തിന്. അപ്പം അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അവിടെ. അപ്പോൾ ഞങ്ങളുടെ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞ് അവിടെ പോയി നോക്കാം എന്താ അവസ്ഥ. അപ്പോൾ ഇന്നത്തെ സ്റ്റേ സേഫായ അടുത്ത് കിട്ടിക്കുന്നതാണ്. ഇന്ന് നമ്മൾ മിക്കവാറും ടെൻ്റ് അടിക്കണം എന്ന് വിചാരിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ വരുന്ന വഴിക്ക് വെറുതെ ചോദിച്ചത് ഒരു മലയാളികളുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ച് അവിടെ സംസാരിച്ച് അപ്പോൾ നമുക്ക് സ്റ്റേ വേണമെന്ന്, സ്റ്റേ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഊര് പറഞ്ഞ് അവരെ റൂമുണ്ട് അവിടെ നിൽക്കുക. അപ്പോൾ അതാ പ്രതീക്ഷിക്കാണ്ട് എന്നും എന്താ നമ്മളെ ടെൻറ്റിന് അവിടെ റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടിയിട്ട് തന്ന സ്റ്റേൻ്റെ സ്പേസ്. അവർ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവർ ഇവിടെ ഉള്ളത് ഹോട്ടലിൽ അവിടെ വർക്കാണല്ലോ. അപ്പോൾ ഇപ്പോൾ എത്തും. അപ്പോൾ നമ്മളോട് ഫുഡ് കഴിക്കാൻ മേലാണ് ഹോട്ടൽ. അപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഒന്ന് പോയി നോക്കാം. അങ്ങോട്ട് ചെരുപ്പിട്ടൂടെ? കോളിഫ്ലവർ അപ്പൊ എവിടോ ടെന്റ് അടിച്ച് നിൽക്കുന്ന വിചാരിച്ച നമ്മളിപ്പോ എത്തിയത് ഗുണ്ടൽപേട്ട് നമ്മളെ ആൾക്കാരെടുത്താണ്. അപ്പൊ എന്താന്ന് വെച്ചാല് ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ വേറെ ലെവലാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ടെന്റില് കിടക്കേണ്ട നമ്മളല്ല. കണ്ടില്ല എന്തൊക്കെ ഇവിടെ ഉള്ളത്? പൊറോട്ട, ഗോബി മഞ്ചൂരി, വീണ്ടും പൊറോട്ട, പിന്നെ പൂരി, അത് ചപ്പാത്തി ഉണ്ട് കേട്ടോ ഇവിടെ. ചപ്പാത്തി, പിന്നെ കറി, മീൻകറി. അതെ, മീൻകറി, സാമ്പാർ, ഒരു എല്ലാം ഉണ്ട്.